ഇന്ത്യൻ ഫുട്ബോളിലെ നിലവിലുള്ള പ്രതിസന്ധി പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളും പിന്നീട് ISL ക്ലബ്ബുകളുടെ പ്രതിനിധികളും തമ്മിലൊന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിങ്ങിന് ശേഷം 2:30 കൂടിയിട്ട് മീറ്റിങ്ങിലെ തീരുമാനങ്ങളൊക്കെ പ്രസ് റിലീസായിട്ട് പുറത്തുവിടും എന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ മീറ്റിംഗ് കൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെയൊക്കെ ധാരണ. മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് അതുകൊണ്ട് മീറ്റിങ്ങിൽ നിന്ന് പുൾ ഓഫ് ചെയ്യുകയും ചെയ്തതാണ്. അവർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ കാര്യമില്ലല്ലോ, സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസായതുകൊണ്ട് തന്നെ ആ ഒരു വിധിയിൽ തീരുമാനമില്ലാതെ നടക്കുന്ന മീറ്റിങ്ങുകളൊന്നും യാതൊരു ഗുണവും ഇല്ല എന്ന് മോഹൻ ബഗാൻ പറഞ്ഞു. അത് സത്യസന്ധവും നീതിയുക്തവുമായിട്ടുള്ള റീസൺ തന്നെയാണ്. അവർ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നില്ല, പിന്മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ചെറിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പ്രതിനിധികളും ISL ക്ലബ്ബുകളുടെ പ്രതിനിധികളും മാത്രമല്ല ഈ ഒരു മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പോകുന്നത്. ഇതിനകത്ത് FSDLൻ്റെ പ്രതിനിധികൾ കൂടി പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുമ്പം കാര്യങ്ങൾ ഒരു പോസിറ്റീവായിട്ടുള്ള ഗതിയിലേക്ക് പോകും എന്നറിയുന്നുണ്ട്. മോഹൻ ബഗാൻ ഇനി പങ്കെടുക്കുമോ എന്നറിയില്ല. കാരണം FSDLൻ്റെ പ്രതിനിധികൾ വന്നതോട് കൂടിയിട്ട് ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു രമ്യമായിട്ടുള്ള തീർപ്പിലേക്ക് കാര്യങ്ങൾ എത്താൻ സാധ്യതയുണ്ട്. അപ്പം ഇതുവരെ ഉണ്ടായിരുന്ന നെഗറ്റീവുകൾ അവിടെ നിൽക്കട്ടെ. FSDLൻ്റെ പ്രതിനിധികൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനുമായിട്ടും ISL ക്ലബ്ബുകളുടെ പ്രതിനിധികളുമായിട്ടും ചർച്ച നടത്താം എന്ന് പറയുമ്പോൾ ഇവിടുത്തെ തർക്കം FSDLും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിലാണല്ലോ. ഈ ISL ക്ലബ്ബുകൾ എന്ന് കാര്യങ്ങൾ ചെയ്തിട്ടാ FSDLും ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും തമ്മിൽ നടക്കുന്ന തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ISL ക്ലബ്ബുകളും തമ്മിലൊരു മീറ്റിംഗ് നടക്കുന്നു. അതും സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ. അതിനകത്ത് യാതൊരു സാധ്യതയില്ല എന്നറിയാം. പക്ഷേ ഇതിലൊരു പാർട്ടിയായിട്ട് FSDL കൂടി വരുമ്പം അവിടെ എന്തൊക്കെയോ പോസിറ്റീവ് ഇൻറ്റൻറ്റുകൾ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. സോ ഇന്നത്തെ മീറ്റിങ്ങിൽ അനുകൂലമായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവട്ടെ. അത് പിന്നീട് നടപ്പിൽ വരട്ടെ. അപ്പം FSDL പങ്കെടുക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത്. സോ ഇതാണ് ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ചൊരു പോസിറ്റീവ് അപ്ഡേറ്റ്.